കർത്താവിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും ദൈവവചന കേൾവിക്ക് വേണ്ടി പ്രിയപ്പെട്ടവരായ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവായ ദൈവം നമ്മളെ സഹായിച്ചു. കടന്നു വന്നിരുന്ന ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും, സഹോദരി സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവരായ എല്ലാവർക്കും വേഗമരുന്ന യേശു കർത്താവിന്റെ നിസ്തുല്യമുള്ള നാമത്തിൽ പ്രത്യേക വന്ദനം അറിയിക്കുന്നു. ദൈവവചനത്തിന്റെ ചുറ്റാകയിരിക്കാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തന്നല്ലോ. ഞാൻ യഥാർത്ഥ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന് ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. പ്രത്യേകിച്ച് ഈ ദൈവവചനം ചിന്തിക്കാനും ധ്യാനിക്കാനും ഇത് പറയാനും ഇത് ഗ്രഹിപ്പാനും പഠിപ്പാനും നമുക്ക് ലഭിച്ചതൊരു ഭാഗ്യമാണ്. ഞാൻ യഥാർത്ഥ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ചിന്തിച്ചു വരുന്ന ഭാഗം ചിന്തിക്കുന്നത് പ്രായോഗിക ക്രിസ്തീയ ജീവിതം എങ്ങനെ നയിക്കണം എന്നുള്ളത് കർത്താവ് പറഞ്ഞു തന്ന പാഠങ്ങളിലൂടെ നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മുടെ ഈ പഠനം. പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് എങ്ങനെ നമുക്ക് നയിക്കാൻ പറ്റും, അതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇതിനിടയ്ക്ക് ചില ആഴ്ചകളുടെ ഗ്യാപ്പ് ഉണ്ടായി. ആ സമയത്ത് നമ്മുടെ ബൈജു സാറ് യൂദയുടെ ലേഖനത്തെ സംബന്ധിച്ച് ക്രൈസ്തവ സഭ നേരിടുന്ന ദുരുപദേശങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രസംഗം യൂദ അപ്പോസ്തലൻ നമ്മുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നമുക്ക് തന്നെ വിശ്വാസവർദ്ധനം ഉണ്ടാകേണ്ടതിന് വേണ്ടി എങ്ങനെ നമുക്കതിനെ വർദ്ധിപ്പിച്ചെടുക്കാം ഇതിന്റെ നടുവിൽ എന്നുള്ളതിനെ ആസ്പദമാക്കി ദൈവവചന ചിന്തകൾ നമുക്ക് നൽകി തരുവാനിടയെ തീർന്നു. ഈ തരുണത്തിൽ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലാണെങ്കിലും അദ്ദേഹത്തോടുള്ള നന്ദി ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും നമ്മുടെ ചിന്താഭാഗങ്ങളിലേക്ക് കടന്നു വന്ന് ദൈവവചനവുമായി നമുക്ക് ആയിരിക്കാൻ കർത്താവായ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്ത ചില മിനിറ്റുകൾ നമുക്ക് ദൈവവചനം ധ്യാനിക്കുവാനുള്ള അവസരമാണ്. വളരെ പ്രാർത്ഥനയോടെ പുസ്തകം കൊണ്ടുവന്നവരൊക്കെ നമുക്കതിൽ ശ്രദ്ധിച്ച് നമുക്ക് ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കാൻ കഴിയട്ടെ. ഞാൻ ചിന്തിച്ചും പറഞ്ഞും നിർത്തിയ ഭാഗം നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. സ്തോത്രം. നമ്മൾ മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 10 മുതൽ 12 വരെയുള്ള ആ 3 വാക്യങ്ങളിലാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഒത്തിരി കഷ്ടമുണ്ട്, നിന്ദയുണ്ട്, അപമാനങ്ങളുണ്ട്, വലിയ വലിയ പ്രതിസന്ധികളുണ്ട്. എന്നാൽ ഒരു ദൈവവേദനെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം പ്രതിസന്ധികൾ നേരിട്ടാലും ഏതെല്ലാം പ്രതികൂലങ്ങൾ നമുക്ക് വന്നാലും അതെല്ലാം നമ്മൾ സഹിക്കാനുള്ളവരാണ്. ഇവിടെ നമ്മൾ കർത്താവ് അതാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. നമ്മുടെ മനോഭാവത്തിനൊന്നും ഒരു മാറ്റവും വരാൻ പാടില്ല. ആമേൻ. നമ്മുടെ മനോഭാവങ്ങൾക്ക് മാറ്റം വരാൻ പാടില്ല. നമ്മുടെ ആറ്റിറ്റ്യൂഡിനൊന്നും ഒരു മാറ്റങ്ങളും ഉണ്ടാകാൻ പാടില്ല. ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന നമുക്ക് ഉപദ്രവമുണ്ട്. നമ്മൾ ക്രിസ്ത്യാനിയാണോ, നമുക്ക് കഷ്ടമുണ്ട്. ഇതെല്ലാം നമുക്കുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ കർത്താവ് നമ്മളോട് പറയുമായിരുന്നു. ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ഒന്നും എന്ത് ചെയ്യരുത്, കലങ്ങി പോകരുത്. കർത്താവ് പറഞ്ഞു, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാരാണ്, കാരണം സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. അടുത്തത്, എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, കാരണം സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാണ്. ഞാൻ അതിനെ ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു തന്ന 1-2 കാര്യമുണ്ട്. ബൈബിളിൽ എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞ കാര്യമുണ്ട്. ഹന്നയുടെ കാര്യം. പഴയ നിയമത്തിൽ ഏലി പുരോഹിതൻ ഹന്നയോട് പറയുന്ന ഒരു പദമുണ്ട്, നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞ് ഹന്നയുടെ ആ മനോവേദന ആലയത്തിൽ ഇരുന്ന് പറയുമ്പോൾ
പുരോഹിതൻ വന്നേച്ച് പറഞ്ഞത്, നീ ഒരു നീച സ്ത്രീയാണ്, നീ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടുണ്ട്, നിന്റെ വീഞ്ഞൊക്കെ ഇറങ്ങട്ടെ, നിനക്ക് സുബോധം വരട്ടെ എന്നൊക്കെയുള്ള നിലകളിൽ സംസാരിക്കുമ്പോഴും പ്രതികരണം വളരെ സോഫ്റ്റായ നിലയിൽ, വളരെ മാന്യമായ നിലയിലാണ് ഹന്ന ഏലി പുരോഹിതനോട് പറഞ്ഞത്. ഏലി പുരോഹിതനോട് പറഞ്ഞത്, യജമാനനെ, അങ്ങനെയല്ലേ അന്ന സംബോധന ചെയ്യുന്നത്, യജമാനനെ, അങ്ങ് വിചാരിക്കുന്നത് പോലെ ഞാനൊരു നീച സ്ത്രീ ഒന്നും അല്ല. അങ്ങ് വിചാരിക്കുന്നത് പോലെ ഞാൻ അങ്ങയുടെ ആ വിചാരത്തിലുള്ള ആളല്ല. ഞാൻ എൻ്റെ ഹൃദയത്തിന്റെ വേദന ഞാൻ ദൈവത്തോടൊന്ന് പറയുക മാത്രമാണ് ചെയ്തത്. അല്ലാതെ ഞാൻ അങ്ങ് വിചാരിക്കുന്നത് പോലെ ഒരു നീച സ്ത്രീയുടെ കണക്കെ ഞാൻ വീഞ്ഞോ മദ്യമോ ഒന്നും സുബോധം നഷ്ടപ്പെട്ട ഒരാളല്ല എന്ന് സ്വയം പരിചയപ്പെടുത്തി അല്ലെങ്കിൽ സ്വയം വെളിപ്പെടുത്തി സംസാരിക്കുമ്പോഴും ആ സംബോധനയ്ക്കും ആ ബഹുമാനം ഒട്ടും കുറയാതെ, ആറ്റിറ്റ്യൂഡിന് മാറ്റമില്ലാതെ, മനോഭാവത്തിന് മാറ്റമില്ലാതെ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന, പ്രതിപക്ഷ ബഹുമാനത്തോടെ സംസാരിക്കുന്ന ഒരാളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് അങ്ങനെ ആയിരിക്കണം. നമ്മളും അങ്ങനെ ആയിരിക്കണം. നമ്മളെ ഈ ആത്മാവിലൊക്കെ നിറഞ്ഞു ദൈവത്തെ സ്നേഹിക്കുന്നു, കർത്താവിനെ പിൻപറ്റുന്ന ദൈവമക്കളായ നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ, നമ്മുടെ സ്വഭാവത്തെ, നമ്മുടെ കാര്യത്തെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എന്തിനാണ് കർത്താവിനെ സ്നേഹിക്കാനും ഈ വചനം ഉൾക്കൊള്ളാനും പോയത്? നമ്മൾ ചിന്തിക്കണം. ഈ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് എല്ലാവരെയും പോലെ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു ലോകമല്ല ഇത്. കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ലോകത്തിലാ ജീവിക്കുന്നെങ്കിലും നിങ്ങൾ ലോകക്കാർ അല്ല. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നെങ്കിലും നമ്മൾ ലോകക്കാരല്ല. ഈ ചിന്താഗതി നമുക്ക് എപ്പോഴും ഉണ്ടാകണം. നമ്മുടെയൊക്കെ മനോഭാവം എന്ന് പറഞ്ഞാൽ, ആരെങ്കിലും ഒന്ന് നോക്കിയാൽ മതി, ഉടനെ മൊത്തത്തിൽ അങ്ങ് മാറും. ആരെങ്കിലും ഒന്ന് കണ്ണുരുട്ടി കാണിച്ചാൽ മതി, ഉടനെ മൊത്തത്തിൽ അങ്ങ് ടോട്ടലി നമ്മുടെ ആത്മീയവും പോയി, എല്ലാം പോയി. നമ്മളായിട്ട് നയിക്കപ്പെടുന്നവരല്ല. നമുക്ക് ബന്ധങ്ങൾ, നമ്മുടെ ബന്ധം എന്ന് പറയുന്നത് ഉറപ്പുള്ള ഒരു ബന്ധമാണ്. പിതാവായ ദൈവത്തോടും പുത്രനായ ക്രിസ്തുവിനോടും പരിശുദ്ധാത്മാവിനോടുമുള്ള ബന്ധമാണ് നമ്മുടെ ബന്ധം. ഈ ബന്ധത്തിൽ നിന്ന് പൗലോസ് പറയുന്നത്, ഈ ബന്ധത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയുന്നല്ല. നമ്മളെല്ലാം ഈ കർത്താവിനെ, ഈ ദൈവം, പുത്രനായ ക്രിസ്തു, പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറഞ്ഞു, അഭിഷേകമൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഈ ബന്ധം എത്രത്തോളം ദൃഢമാക്കി നമ്മുടെ സഹോദരങ്ങളുടെ ഇടയിൽ, നമ്മുടെ സഭയ്ക്കകത്ത് അതിനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ നമുക്ക് പറ്റുന്നുണ്ട്? നമ്മളെല്ലാം ഈ ബന്ധത്തിന്റെ സാക്ഷികളാണ്, ഈ ബന്ധത്തിന്റെ അനുയായികളാണ്. ഈ ബന്ധം, ഈ പിതാവിനോടുള്ള ബന്ധം എനിക്ക് പുത്രനോടുള്ളതുപോലെ, പുത്രനോടുള്ള ബന്ധം എനിക്ക് പരിശുദ്ധാത്മാവിനോടുള്ളതുപോലെ, എനിക്കും നമുക്കും ദൈവവുമായിട്ടുള്ള ബന്ധമുള്ളവർക്കുണ്ടെങ്കിൽ മാത്രമേ ക്രിസ്തുവിൽ ജീവിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ആരാടാന്ന് ചോദിച്ചാൽ എന്നാടാന്ന് ചോദിക്കും. നമുക്കൊന്നിലും നിലനിൽക്കാൻ പറ്റിയല്ല. ചിലർ പറയുന്നുണ്ടല്ലേ, ചിലർ നമ്മളോടൊക്കെ നമ്മളെ ഉപദേശിക്കും, എന്തുകൊണ്ട് ക്ഷമിച്ചുകൂടാ. പക്ഷെ ഈ ക്ഷമിച്ചുകൂടാ എന്ന് പറയുന്ന ആൾക്ക് ക്ഷമയുണ്ടോ? ശ്രദ്ധിച്ചോണേ. നമ്മളെ ഉപദേശിക്കാൻ വരുന്ന ആൾക്ക് ക്ഷമയില്ലാത്തത് കൊണ്ടാണ് നമ്മളോട് പറയുന്നത് എന്ത് ചെയ്യണമെന്ന്, ക്ഷമിക്കണം. ഈ ക്ഷമയെന്ന് ഇനി നമ്മൾ നോക്കണം. ഇതിനകത്ത് ഈ ഉപദ്രവവും ഈ പഴിയും ഈ നിന്നയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓർത്ത് നോക്കി, എത്ര പേരെ പുസ്തകത്തിൽ നമുക്ക് കാണിക്കാം ഇവരെല്ലാം അങ്ങനെ ജീവിച്ചു വരാം. ഹാബേൽ കയ്യനാൽ മരണപ്പെട്ടു, അടി കൊണ്ട് മരിച്ചു. ഒരു അടി കൊണ്ട് മരിക്കുമ്പോഴും
മരിക്കാൻ അദ്ദേഹം തയ്യാറായി. ഇനി സ്തേഫാനോസിനെ നോക്കി. ഞാൻ ജസ്റ്റ് ഒരു അങ്ങനെ ആ സഹിച്ച ആൾക്കാരെ ഞാൻ പറയണം. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. ഈ സ്തേഫാനോസിനെ ആൾക്കാർ കല്ലെറിഞ്ഞു കൊല്ലുമ്പോഴും അദ്ദേഹത്തിന്റെ മുഖഭാവം മാറിയിട്ടില്ല. ഉണ്ടോ? അദ്ദേഹത്തിന്റെ മുഖത്ത് അപ്പോഴും ഒരു തേജസ്സിന്റെ പ്രഭയാ. ഈ ഏറ് മുഴുവൻ അദ്ദേഹം ആ വേദന മുഴുവൻ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പ്രതികരിക്കുകയാണ്. ആ സമയത്തും അദ്ദേഹം കാണാൻ കഴിയുന്നത് സ്വർഗം തുറന്നിരിക്കുന്നതും കർത്താവ് തനിക്ക് വേണ്ടി തന്നെ സ്വീകരിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്നതുമായ ഒരു കാഴ്ചപ്പാടോടെയാണ് താൻ ആ ഏറ് മുഴുവൻ കൊള്ളുന്നത്. നമുക്ക് പറ്റുമോ? നമ്മളെ കൊണ്ട് ഒക്കുവോ? നമ്മളും ഈ പുസ്തകം ചുമക്കുന്നവരല്ലേ? നമ്മളും ഈ കർത്താവിനെ ആരാധിക്കുന്നവരല്ലേ? ആരെങ്കിലും ഒക്കെ നമ്മുടെ മേത്തുനിന്ന് ഇനി നിങ്ങൾ നോക്കി, ദാവീദിനെ ശിമയി കല്ലും മണ്ണും ഒക്കെ വാരി എറിയുമ്പോൾ ദാവീദ് തന്റെ അനുയായികളോട് പറഞ്ഞത് അവന് വെട്ടിക്കളയാനുള്ള തന്റെ കൂടെ അനുയായികളുണ്ട്, ചേവകരുണ്ട്, എന്തും ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷേ ദാവീദ് പറഞ്ഞു, ഓർക്കണം, അയ്യോ അങ്ങനെയൊന്നും ചെയ്യരുത്. യഹോവ അവനെ എന്നെ എറിയാനും ശപിക്കാനും ഇതെല്ലാം പറയാനും ഇപ്പോൾ ദൈവം അവനെ അനുവദിച്ചിരിക്കുന്നു. ഇതിപ്പോൾ ദൈവത്താൽ സംഭവിക്കുകയാണ്. നമുക്ക് ദൈവമക്കളെ, നമ്മുടെ ഒന്നും ജീവിതത്തിൽ ഒരു കാര്യവും പെട്ടെന്ന് കയറി വരികയില്ല. ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ എന്ത് ഇൻസിഡൻസ് ഉണ്ടായാലും അതെല്ലാം നമ്മുടെ മനസ്സിൽ, അല്ലെങ്കിൽ നമ്മളെ ദൈവം അതെല്ലാം അറിയിക്കുന്നതനുസരിച്ച് നമ്മൾ അതിനെ തയ്യാറോടെ നിൽക്കാൻ നമ്മൾ കഴിയണം. ഹല്ലേലൂയ. കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ കടന്നു പോകുമ്പോൾ താൻ സ്നേഹിച്ച സ്വന്തം ഭാര്യ, ആമേൻ, ഇയ്യോബിന്റെ ഭാര്യ പറയാ, മനുഷ്യ, നിങ്ങൾ ഇങ്ങനെ ഓട്ട് കഷ്ണം കൊണ്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കാതെ, ഈ ഭക്തിയെ നിങ്ങൾ മുറുകെ പിടിക്കാതെ, നിങ്ങൾ ദൈവത്തെ തിരിച്ചു പറഞ്ഞിട്ട് മരിക്കാനുള്ള സന്ദർഭങ്ങൾ ഉണ്ടാക്കട്ടെ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നതെന്നാ ചോദിക്കുന്നത്. എന്തിനിങ്ങനെ ഇരിക്കുന്നത്? അന്നേരം ഇയ്യോബിന്റെ മറുപടി എന്നാന്നറിയോ? വളരെ സോഫ്റ്റ് ആയിട്ട് പറയാണ്, അയ്യോ, ഞാൻ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നേ. ഇതെല്ലാം ദൈവം നമുക്ക് തന്നതല്ലേ? ഇതെല്ലാം ദൈവത്താൽ സംഭവിച്ചതല്ലേ? ഇതിനൊക്കെ മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദൈവമക്കളെ, നമുക്ക് അങ്ങനെ ഉള്ള ആ നിലവാരത്തിലേക്ക് നമ്മൾ വരണം. മോശ ഈ ജനത്തെ നയിക്കാനായിട്ട് ദൈവനിയോഗത്തോടെ എന്തെല്ലാം മോശ ഒഴിവുകൾ പറഞ്ഞു, പറ്റത്തില്ല, എന്നെ കൊണ്ട് ഒക്കത്തില്ല, ഇത് വലിയ പാടുള്ള പണിയാണ്, ഇത് വഴിയും ദുഷിയും കേൾക്കുന്ന പണിയാണ്. ഒഴിവുള്ളവനായെന്ന് ശ്രമിച്ചപ്പോൾ ദൈവം എന്തെല്ലാം പറഞ്ഞ ധൈര്യപ്പെടുത്തി, മോശേ, നീ ഇത് ഏറ്റെടുക്കണം, ഞാൻ നിന്നോട് കൂടിയിരിക്കും, ഞാൻ നിന്റെ വടിയോട് കൂടിയിരിക്കും, ഞാൻ നിന്റെ വായോട് കൂടിയിരിക്കും. എന്തെല്ലാം ഉറപ്പാ ദൈവം കൊടുക്കുന്നേ. ഇത്രയും ഉറപ്പെല്ലാം കൊടുത്തിട്ടും മോശയ്ക്ക് നിന്ന പഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മോശയെ പോലെ സൗമ്യൻ, അല്ലേ? മോശയെ പോലെ സൗമ്യൻ. മോശ ഒരിക്കൽ വാവിട്ട് നിലവിളിച്ച്, ഇവരെയെല്ലാം ഞാനാണോ പ്രസവിച്ചതെന്നൊക്കെ ചോദിച്ചു. അന്നേരം മോശയുടെ ആ സൗമ്യത ഞാൻ ഒരു കാര്യം കൂടെ എടുത്തു പറയാം. പുസ്തകം വെളിപ്പെടുത്തിയിരിക്കുന്ന മോശയെ പോലെ ഇത്ര സൗമ്യനായ ഒരാളെ കണ്ടിട്ടില്ല. പക്ഷേ ആ സൗമ്യനായ മോശയ്ക്ക് എവിടെ കാണാൻ പറ്റിയില്ല? കനാൻ കാണാൻ പറ്റില്ല. നമ്മളൊക്കെ മോശയുടെ 7 അയലോകത്ത് പോലും നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളൊക്കെ ഈ പുസ്തകം എടുത്തോണ്ട് ഇറങ്ങി അക്കരെ കാണാൻ പറ്റുമോ? നമ്മുടെയൊക്കെ ജീവിതമൊക്കെ ആയിട്ട് നമ്മളൊന്ന് ഈ പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഞെട്ടും. ദൈവമക്കളെ, നമുക്ക് നമ്മളാൽ കഴിയുന്നിടത്തോളം, അല്ലേ, നമ്മളാൽ കഴിയുന്നിടത്തോളം നമ്മൾ ക്രിസ്തുവിൽ ധന്യരായി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. യേശു ക്രിസ്തു ഇതെല്ലാം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഉപദ്രവമുണ്ട്,
നിങ്ങൾക്ക് പഴിയുണ്ട്, നിങ്ങൾ നിന്ദകൾ കേൾക്കും, നിങ്ങൾ അപമാനിതരാകും, നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങൾ ഒറ്റപ്പെടേണ്ടി വരും, നിങ്ങൾ നിന്ദിക്കപ്പെടേണ്ടി വരും. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു ഫെലോഷിപ്പ് ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരികയില്ല. എങ്കിലും ഇതെല്ലാം സ്വർഗരാജ്യം നിമിത്തം നിങ്ങൾ സഹിക്കണം. പറ്റുമോ? ഹല്ലേലൂയ. ഇതൊന്നും പറ്റാതെ വരുന്നവരുണ്ട്, ഇതൊന്നും ഒക്കാതെ വരുന്നവർ. എന്നാ പിന്നെ ഞാൻ കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നവരുണ്ട്. എന്നിട്ട് അവരാണ് വലുത് പണിയാൻ തുടങ്ങുന്നത്. അവരെ കൊണ്ടൊന്നും ഈ പണി നടക്കുകയില്ല. പണിയൊക്കെ നടക്കും. ദൈവരാജ്യത്തിന്റെ പണി അല്ലെ, സഭയുടെ പണി എന്ന് പറയുന്നത് നിസാര പണിയല്ല. ഇത് വൈക്കോല് കൊണ്ടോ പുല്ലുകൊണ്ടോ ഒന്നും പണിയുന്ന പണിയല്ല. ഇത് പാറമേൽ പണിയുന്ന പണിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് തീക്കകത്ത് ശോഭിക്കേണ്ട പണിയാണ്. തീക്കകത്ത് കത്തുന്ന പണിയല്ല നമ്മൾ ചെയ്തു വെക്കേണ്ടത്. അതുകൊണ്ട് ഇങ്ങനെയുള്ളതൊക്കെ വരും. ഭക്തനായ പ്രാർത്ഥനാ മനുഷ്യനായ ദാനിയേൽ കൈയും കാലും ഒക്കെ കൂട്ടിക്കെട്ടി അല്ലെങ്കിൽ സിംഹകുഴിയിലോട്ട് ഇടുമ്പോഴും ഒന്നും പ്രതികരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. നിങ്ങൾ ദാനിയേലിന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ 10-ാം അധ്യായമൊക്കെ നിങ്ങൾ വായിച്ചു നോക്കണേ. അതിനകത്ത് രാവിലെ വെളുപ്പായപ്പോ തന്നെ ഈ രാജാവ് ദാനിയേലിന്റെ അസ്ഥിയോ എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടോ എന്നറിയാൻ ആ സിംഹക്കുഴിയുടെ അടുത്തോടെ നടക്കുകയാണ്. ദാനിയേലിന് അന്ന് രാത്രി കൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല, സിംഹം ഒന്നും ചെയ്തിട്ടില്ല. ദാനിയേല് സ്തോത്രത്തോടെ നല്ല സന്തോഷത്തോടെ സിംഹത്തിന്റെ കൂടെ ആ കുഴിയിലുണ്ട്. പക്ഷേ ഈ കുഴിയുടെ മുകളിൽ ഒരു കാൽപെരുമാറ്റം ചവിട്ടുന്ന അല്ലെങ്കിൽ കാൽ മാറി ചവിട്ടുന്ന ആ ശബ്ദം തനിക്ക് താഴെ കേൾക്കുമ്പോ സാധാരണപ്പെട്ട ഒരാള് ഒരു രാത്രി മുഴുവൻ ഈ സിംഹത്തിന്റെ കുഴിയിൽ കിടന്നിട്ട് ഒന്നും ചെയ്യാതെ വന്നപ്പോ അവൻ വാവിട്ട് നിലവിളിക്കേണ്ടതാ. ഒരു മനുഷ്യന്റെ കാൽ പെരുമാറ്റ ശബ്ദം കേൾക്കുമ്പോ അയ്യോ എന്നെ രക്ഷിക്കണേ, എനിക്ക് ഇതുവരെ ഒന്നും പറ്റിയില്ലേ എന്ന് പറഞ്ഞ് അലറിക്കൂവി വിളിച്ച് ആൾക്കാരെ ഞാൻ ഇതിനകത്ത് ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് അറിയിക്കാനെങ്കിലും ഒരു ശബ്ദം പുറപ്പെടുവിക്കേണ്ടതാ. പക്ഷേ ദാനിയേലൊന്നും വേണ്ടിയില്ല. രാജാവ് തന്നെ ആ കുഴിയുടെ അടുത്ത് വന്നേച്ച് ദാനിയേലിനെ വിളിച്ചു, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, സിംഹം നിനക്ക് കേടൊന്നും വരുത്തിയില്ലയോ? അന്നേരം ദാനിയേൽ പറഞ്ഞ എന്നാന്നറിയോ? നീ മുടിഞ്ഞു പോട്ടറാന്നാണോ? ഇയാള് മുടിഞ്ഞു പോകത്തേ ഉള്ളൂ എന്നൊന്നും പറഞ്ഞൊന്നുമില്ല. അന്നേരം ദാനിയേൽ സൗമ്യനായി പറഞ്ഞൊരു കാര്യമുണ്ട്. രാജാവേ, അങ്ങ് ദീർഘായുസോടെ ഇരിക്കട്ടെ. രാജാവ് തിരുമനസ്സിൽ ദീർഘായുസോടിരിക്കട്ടെ. എന്റെ ദൈവം കഴിഞ്ഞ രാത്രി സിംഹങ്ങളുടെ വായ അടച്ചതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പവും എന്റെ ദൈവം വരുത്തിയിട്ടില്ല. പ്രതികരണം എത്ര ശ്രേഷ്ഠവും എത്ര അനുഗ്രഹീതവുമാണ് എന്ന് നോക്കിക്കേ. ഇരിമ്യാവ് മതഭ്രാന്തന്മാരാൽ മതഭക്തന്മാരാൽ എന്തെല്ലാം കഷ്ടതകൾ സഹിച്ചു, ഒന്നും പ്രത്യുത്തരം പറഞ്ഞിട്ടില്ല. ഇനി നമുക്ക് അവസാനം കാണാൻ കഴിയുന്നത് നമ്മുടെ യേശു കർത്താവിനെയാണ്. യേശു കർത്താവിനെ നോക്കിക്കേ, എന്തെല്ലാം ഉപദ്രവങ്ങളാ അവര് ചെയ്യുന്നില്ലേ? അന്നേരവും യേശു പറയുന്നത്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാൻ നീ ഇവരോട് എന്ത് ചെയ്യണേ? നമുക്ക് ഏറ്റവും കൂടുതൽ മാതൃകയാക്കാനുള്ള ഏറ്റവും നല്ല വ്യക്തിത്വത്തിന്റെ ഉടമ യേശുവാണ്. ആമേൻ.
നമ്മൾ ആ യേശുവിനെ ആരാധിക്കുന്നവരാ, നമ്മൾ ആ യേശുവിനെ ഫോളോ ചെയ്യുന്നവരാ, നമ്മൾ ആ യേശുവിനെ കണ്ട് ജീവിക്കുന്നവരാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്ന നിന്ദയുടെ നടുവിൽ, ഭാരങ്ങളുടെ നടുവിൽ, അവൻ നമുക്ക് നേരിടുന്ന പ്രതിസന്ധിയുടെ നടുവിൽ, പിതാവേ ഇവരോട് ക്ഷമിക്കണേ എന്ന് പറയുന്ന ആ മനോഭാവം എനിക്ക് നമുക്കുണ്ടോ? Praise God. Hallelujah. പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാൽ ഇവരോട് എന്ത് ചെയ്യണേ? യേശു പറയുന്ന പദമാ. നമുക്ക് അങ്ങനെ ഉണ്ടോ പ്രിയരെ? നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? നമുക്ക് അങ്ങനെയുള്ള മനസ്സുണ്ടോ? നമുക്ക് അങ്ങനെ മനസ്സുള്ളവരാകണം നമ്മൾ. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് അതാ നമ്മളോട് പറഞ്ഞ് പഠിപ്പിക്കുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിലും വിശ്വസിക്കണം. എന്റെ പിതാവിന്റെ സന്നിധിയിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഉണ്ട്, നമുക്കുണ്ട്. പക്ഷെ നമുക്ക് അവിടെ പോണം, നമ്മൾ അവിടെ എത്തണം, നമ്മൾ ആ നിത്യതയിൽ എത്തണം. ഇവിടുത്തെ ശ്വാസം പോയാൽ മനുഷ്യനൊന്നുമല്ല. ശ്വാസം മനുഷ്യനിൽ നിലനിൽക്കുന്നിടം വരേ ഉള്ളൂ ഈ കാണുന്നതെല്ലാം. ഇത് പോയാൽ ഏത് വലിയ പുള്ളിയായാലും അവനെ ലോകം വിളിക്കുന്നത് ശവം എന്ന്. പ്രൈസ് ഗോഡ്. എന്നാൽ നമുക്കൊരു നിത്യത ഉറപ്പുണ്ട്. ആമേൻ. അതുകൊണ്ട് യേശു കർത്താവ് ഒത്തിരി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മനോഭാവങ്ങൾക്കൊന്നും ഒരു മാറ്റവും വരാൻ പാടില്ല. ഒരു മാറ്റവും വരാൻ പാടില്ല. വന്നാൽ നമ്മളിങ്ങനെ ഈ പുസ്തകം എടുത്തുകൊണ്ട് നിന്നുകൊണ്ട് നമ്മൾ ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, വേഷം കെട്ടിയാൽ നമ്മൾ കുരയ്ക്കണം. നമ്മൾ നായയുടെ വേഷം കെട്ടിയെങ്കിൽ കുറച്ചെങ്കിലും കാണിക്കണം. നമ്മൾ ഏതായാലും ഒരു ദൈവമക്കളാണ്, വിശ്വാസിയാണ്, പെന്തക്കോസ്തുകാരനാണ്, കർത്താവിനെ വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് നമ്മൾ വേഷം കെട്ടി. ഇനി അതനുസരിച്ച് ജീവിച്ചേ പറ്റൂ. അതുകൊണ്ട് ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും വഹിക്കാനും ഒക്കെ നമുക്ക് ഹൃദയവിശാലത ഉണ്ടാകണം. അല്ലെങ്കിൽ ഇതിനകത്ത് നിൽക്കാനോ നിന്ന് പോകാനോ നമുക്ക് പറ്റത്തില്ല. നാം ഇതിനകത്ത് നിൽക്കുന്നതിന്റെ ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യം ഇതിന്റെ പിന്നിൽ പണസമൃദ്ധിയല്ല. ഇതിന്റെ പിന്നിൽ നമുക്കുള്ളത് ഒരു നിത്യതയാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യേശു പറയുന്ന ഒരു കാര്യം കൂടെ ഇന്ന് രാത്രിയിൽ നമുക്ക് സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 16 മുതൽ ചില വാക്യങ്ങളുടെ യേശു പറഞ്ഞത് ഇതുമായിട്ട് ഈ സ്വഭാവവുമായിട്ട് നമുക്ക് ഒന്ന് വായിച്ച് നമുക്കതൊന്ന് നോക്കാം. 16 മുതൽ 10-ാം അധ്യായത്തിന്റെ 16 മുതലാണ്. അതെ, ഒന്ന് വായിച്ചേ. ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. നോക്കണം, നമ്മളെ ആരുടെ നടുവിലോട്ട് അയച്ചേ? ഹലോ, നമ്മൾ സത്യം പറഞ്ഞ ആരുടെ നടുവിലാ ഇരിക്കുന്നേ? എവിടാ നമ്മൾ ഇരിക്കുന്നേ? ചെന്നായ്ക്കളുടെ നടുവിലാ ഇരിക്കുന്നേ. അവിടെ നമ്മൾ ആരെ പോലെ ഇരിക്കണം? ആടിനെ പോലെ. സ്തോത്രം. ബുദ്ധി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പിശാച് നമ്മൾ ഉദ്ദേശിക്കുന്ന ടീമല്ല. സദാസമയം അദ്ദേഹത്തിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത്, പിശാചിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, എപ്പോഴും എല്ലാരെ കുറിച്ചും എന്നാ പറയണം? അപവാദം അല്ലെ കുറ്റം പറയണം. ഈ കുറ്റം പറയുന്നവരെല്ലാം ഓർത്തണം, എല്ലാം നല്ലതല്ല. ചിലർക്ക് ഒരിക്കലും ഒരാളെ കുറിച്ച് ഒരു നല്ല കാര്യം പറയാൻ കാണിയില്ല. എപ്പോഴും കുറ്റം 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 കുറ്റം. ഞാൻ ചോദിക്കുന്നേ, അങ്ങനെ ഒരു മനുഷ്യനുണ്ടോ? 10 കുറ്റം ഉണ്ടെങ്കിൽ ഒരു നന്മയെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടാകും. ഡെഫിനറ്റ്.
പക്ഷേ നമുക്ക് ആ നന്മ കാണാൻ കഴിയാതെ കുറ്റം മാത്രമാണ് കാണുന്നതെങ്കിൽ ഇത് ഡെവിൾ. അത് സാധാന്യമാണ്, അത് ദൈവികമല്ല. ഇവിടെ യേശു പറഞ്ഞ അതിന്റെ ഒരു കാതൽ എന്ന് പറയുന്നത്, നിങ്ങൾ പാമ്പിനെ പോലെ ആകയാൽ പാമ്പിനെ പോലെ നിങ്ങൾ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ. രണ്ട് കാര്യത്തെ എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്, പാമ്പും പ്രാവും അല്ലേ. പ്രാവിനെ പോലെ എന്നാ ഇല്ലാത്തവരായിരിക്കണം നിങ്ങൾ? കളങ്കമില്ലാത്തവരായിരിക്കണം. പക്ഷെ പാമ്പിനെ പോലെ നിങ്ങൾ എന്തുള്ളവരായിരിക്കണം? ബുദ്ധിയുള്ളവരുമായിരിക്കണം. നിങ്ങൾ പോകുന്നതും നിങ്ങൾ ആയിരിക്കുന്നതും എല്ലാം എവിടാണ്? ചെന്നായ്ക്കയുടെ നടുവിലാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധേയമായി അടുത്ത വാക്കുകൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ആമേൻ. നമ്മൾ വളരെ ശ്രദ്ധിച്ച് വളരെ ബുദ്ധിയോടെ വളരെ വളരെ ശ്രദ്ധയോടെ വേണം ക്രിസ്തീയ ജീവിതം നയിക്കാൻ, നമ്മൾ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ എന്നും കൂടെ കർത്താവ് നമുക്ക് നല്ല ഉറപ്പ് നൽകുകയാണ്. അപ്പോ നമ്മൾ അങ്ങനെ ആയിരിക്കുന്നുവെങ്കിലും നമുക്കൊരു കളങ്കവും ഉണ്ടാകാൻ പാടില്ല. അടുത്ത വചനം എന്താണെന്ന് നോക്കിയേ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. മനുഷ്യരെ എന്ത് ചെയ്തു കൊള്ളുവിൻ? കണ്ടോ, കർത്താവിന്റെ വചനം പറയുന്നത് ഈ മനുഷ്യരാരും ഗുണമുള്ളവരല്ല. മൂക്കി ശ്വാസമുള്ള ഒരുത്തനെ എന്ത് ചെയ്യാൻ പാടില്ല? ഹലോ, മൂക്കി ശ്വാസമുള്ള ഒരുത്തരെയും വിശ്വസിക്കാൻ ഒക്കത്തില്ല. പിന്നെ നമ്മളൊക്കെ ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് അടി ഉണ്ടാക്കണ്ട, വിഷയം ഉണ്ടാക്കണ്ട എന്നൊക്കെ കരുതി നമ്മളൊക്കെ ഒത്തിരി ക്ഷമിച്ചും സഹിച്ചും ഒക്കെ എന്ത് ചെയ്തോണ്ടിരിക്കുക. ഹലോ, എല്ലാരും ഉണ്ടോ എൻ്റെ കൂടെ? നമ്മളൊക്കെ അങ്ങനെ ജീവിക്കുന്നവരാണ്. യേശു പറഞ്ഞത് ഏറ്റവും കുഴപ്പക്കാരെന്ന് പറയുന്നത് മനുഷ്യരെ നിങ്ങൾ എന്ത് ചെയ്തോണം? സൂക്ഷിച്ചോണം. എല്ലാരും ഈ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ല് പറയും, വെളുത്തിരിക്കുന്നതെല്ലാം ഒന്നും പാൽ അല്ല. നമ്മുടെ നാട്ടിൽ പാല് സുലഭമായിട്ട് കിട്ടും. പശുവും പാലും കിട്ടും, റബ്ബർ പാലും. വെളുത്തിരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ച അന്ന് രാവിലെ അച്ചായനെ റബ്ബർ പാല് കൊണ്ടാരും കാപ്പി ഇട്ട് കൊടുത്തായിട്ട് ചരിത്രത്തിലില്ല. വെളുത്തിരിക്കുന്നതെല്ലാം എന്നല്ല, പാലല്ല. ശ്രദ്ധിച്ചോണം. മനുഷ്യരെ നിങ്ങൾ എന്ത് ചെയ്തോണമെന്നാ? സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സഭകളിൽ ഏൽപ്പിക്കുകയും തങ്ങളുടെ പള്ളികളിൽ വെച്ച് ചമ്മട്ടി കൊണ്ട് അടിക്കുകയും എന്റെ നിമിത്തം നാടുവാഴികൾക്കും രാജാക്കന്മാർക്കും മുമ്പിൽ കൊണ്ടുപോകുകയും ചെയ്യും. ഇതൊക്കെ നമ്മുടെ മനോഭാവത്തിനൊന്നും മാറ്റം വരാൻ പാടില്ല. എല്ലാം ചെയ്തത് നമ്മുടെ കൂട്ടു സഹോദരങ്ങളാ. ഇതെല്ലാം പ്രവർത്തിച്ചതെല്ലാം നമ്മുടെ ആൾക്കാർ തന്നെ, മനുഷ്യര് തന്നെ. ഒന്നുകൂടെ പറഞ്ഞ മനുഷ്യര് തന്നെ. പക്ഷേ കൃപയിൽ നിൽക്കുന്ന ഒരാളുടെ ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യാൻ പാടില്ല? അന്യഭാഷ പറയുന്ന, പ്രാർത്ഥിക്കുന്ന, പരിശുദ്ധാത്മാവിൽ നിയന്ത്രിച്ച് ജീവിതം നയിക്കുന്ന ഒരാളുടെ മനോഭാവത്തിന് എന്ത് വരാൻ പാടില്ല ഇവിടെയും. നിങ്ങൾ എന്നോട് പ്രതികരിക്കുന്നില്ല, എന്റെ കൂടെ വരുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മാറ്റം വരാൻ പാടില്ലെന്ന്. അന്യഭാഷ പറയുന്ന എത്രയോ സഹോദരിമാരെ ഭർത്താക്കന്മാരെ സഹിച്ച് മടുത്തു. വയ്യെന്നാ പറയുന്നേ. പിന്നെ പോട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ പോവുക. ഞാൻ പറഞ്ഞത്, ഈ എൻ്റെ മേലൊരു ആത്മാവും കൂടെ നമ്മളെ നയിക്കുന്നതിന് വേണ്ടി ദൈവം ഉയരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെയും കൂടെ തന്നു. എന്തിനാ? സകല പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്താൻ. ഇത് ചിലരുടെ ഒരു ധാരണ, യോഗത്തിന് വന്നിരുന്ന് കുലുങ്ങണം, അന്യഭാഷ. നോ, നെവർ. അത് അതിന്റെ ഒരു ഭാഗം മാത്രമാണ്.
പക്ഷേ ഇത് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മളെ നിത്യതയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. എല്ലായിടത്തും ഈ കർത്താവ് പറഞ്ഞു, മനുഷ്യരെ നിങ്ങൾ സൂക്ഷിച്ചോണം. എല്ലായിടത്തും ചെന്ന് എല്ലാവരോടും എല്ലായ്പ്പോഴും ഒരുപോലെ വർത്താനം പറയാൻ ഒക്കത്തില്ല. എല്ലാ തമാശയും ചിലപ്പോ എല്ലായിടത്തും ഒത്തന്ന് വരികയില്ല. എല്ലാവരോടും ചിലപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ചിലരോട് തമാശ പറഞ്ഞാൽ നമ്മൾ സഭയെന്ന് വരെ എന്ത് ചെയ്യേണ്ടി വരും, പോകേണ്ടി വരുമെന്ന്. പിന്നെ കൈതരിയല, പിന്നെ മോൻ തരത്തില്ല, ഭയങ്കര സെറ്റപ്പായിട്ടിരിക്കും. അതുവരെ അവർക്കെന്തും പറയാം. പക്ഷെ നമ്മൾ പറഞ്ഞപ്പം മൊത്തത്തിൽ ഭക്ഷണം സൂക്ഷിച്ചോണം. എല്ലായിടത്തും നമ്മൾ ബുദ്ധിയുള്ളവരായിരിക്കണം. ഇതൊക്കെ മനുഷ്യർ നമ്മൾ ചെയ്യും. അവര് കൊണ്ടുപോകേണ്ടിടത്തൊക്കെ നമ്മളെ കൊണ്ടുപോകും. എന്നിട്ട് വായിക്കുന്നത്, അത് അവർക്കും ജാതികൾക്കും ഒരു സാക്ഷ്യമായിരിക്കും. അടുത്തത് 19-ാം വാക്യം. എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടണ്ട. അല്ലേ? അങ്ങനെയാണോ? എന്തോ പറയേണ്ടു എന്ന് നിങ്ങൾ വിചാരപ്പെടണ്ട. പറവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. നമ്മൾ എന്ത് പറയണം എന്നൊക്കെ എടാ അവനോട് ചിലപ്പോൾ നമ്മളെല്ലാം ഡ്രൈവ് ചെയ്യുന്നവരാണല്ലോ, എല്ലാം ഡ്രൈവ് ചെയ്യുന്നവരാണ്. നമ്മുടെ ഇവിടെ അങ്ങനെ വലിയ കോപം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകത്തില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ കോപം ഉണ്ടാകുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. നമ്മളിങ്ങനെ ഒരു ലൈനിൽ ഇങ്ങനെ പോവാം, മുമ്പിൽ ട്രാഫിക് ആയിരിക്കുവേ. അപ്പൊ ഭയങ്കര നമ്മളിങ്ങനെ കീപ്പ് ചെയ്ത് ക്ഷമിച്ച് ചവിട്ടിയും താത്തും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരുത്തൻ അതിന്റെ അങ്ങേ സൈഡിൽ കൂടെ കയറി നമുക്ക് മുമ്പിൽ കൊണ്ടുവച്ചു. ഉടനെ നമ്മുടെ കാലേ കൂടെ എന്നാ കയറുന്നു നമ്മൾ പറയും. അവനെ കാണുന്നോണ്ട് എന്റെ കാലേ കൂടെ എന്നാ കയറുന്നു, പെരുപ്പ് കയറുന്നു. ഇപ്പൊ അവനെ ഇറങ്ങിയെന്ന ആരടാ എന്നടാന്നൊക്കെ. ഇതൊക്കെ ഒത്തിരി പ്രാവശ്യം നമുക്കുണ്ടാകുമ്പോഴും നമ്മൾ ഇതെല്ലാം സാരമില്ല, പോട്ടെ, യേശുവിന്റെ ജയം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇതിനെ ജയിച്ചങ്ങനെ പോവാണ്. ഇങ്ങനെയുള്ള 100 കേസുകൾ നമുക്കുണ്ടാകും. നമ്മൾ വായി വരുന്നതൊക്കെ ചിലപ്പോ പറയാൻ തോന്നും, പക്ഷെ പറയരുത്. നമുക്ക് എന്നാ പറയേണ്ടത്? ഇങ്ങനെയുള്ള സംഘത്തിന്റെ ഒക്കെ നടുവിൽ നമ്മളെ കൊണ്ടുപോകുമ്പോൾ ഇവിടെയൊക്കെ നമ്മൾ എങ്ങനെ പ്രതികരിക്കും എന്ന് നമുക്കറിയാതെ നമ്മൾ അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ നിൽക്കുമ്പോൾ ദൈവാത്മാവ് കർത്താവ് പറയാ, ഇവിടെ പറയാനുള്ളത് ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് തരും. അങ്ങനെയല്ലേ? നിങ്ങൾ ആ വാക്യം ഒന്നുകൂടി വായിച്ചേ, 19-ാം വാക്യം. നിങ്ങൾ ഒരു കോട്ടി കയറി നിൽക്കുക, ഒരു കൂട്ടി കയറി നിൽക്കുക. എന്നാ പറയണ്ടതെന്ന് അറിയത്തില്ല, എങ്ങനെ പറയണമെന്നും അറിയത്തില്ല, എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്നൊന്നും അറിയത്തില്ല. നമ്മളിങ്ങനെ അന്തം വിട്ട് നിൽക്കുക. എടാ, കർത്താവിന്റെ നാമം നിമിത്തം എനിക്ക് ഇതെല്ലാം സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കും. നിങ്ങൾ വിചാരപ്പെടണ്ട, അങ്ങനെയുള്ള കാര്യം എന്നാ പറയുന്നോർത്ത് നിങ്ങൾ വിചാരപ്പെടണ്ട. പറയാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞ നമ്മൾ പ്രതികരിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ കർത്താവ് ഇടപെടുന്നതാ. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. പറയുന്നത് നിങ്ങളല്ല, നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്രേ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ആത്മാവിന്റെ ഒരു എനർജി, ആ പവർ എന്ന് പറയുന്നത് എനിക്ക് പറയാനൊക്കാത്തിടത്തൊക്കെ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് വേണ്ടി പറയും എന്നുള്ളതാ. പ്രൈസ് ദി ലോർഡ്.
ആർക്ക് വേണ്ടി? എനിക്കും നമുക്കും വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് പറയും എന്ന സത്യം നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ പ്രതികരിച്ചാൽ അത് എവിടം വരെ പ്രതികരിക്കും? ഈയിടെ ഒരാൾ പറഞ്ഞു, ഞാൻ ഇതിന്റെ ഒരു അറ്റം കണ്ടിട്ടേ അടങ്ങും, ഞാൻ ഇതിന് പോകാനുള്ള അങ്ങേ അറ്റം വരെ ഞാൻ പോകും. ഉടനെ ഒരാൾ പറഞ്ഞു, എവിടം വരെ പോകാനാ? പോയാലും അങ്ങേ അറ്റം വരെ കുമ്പനാട് വരെയല്ലേ ഉള്ളൂ. കുമ്പനാട് വരെയല്ലേ പോകാനൊക്കത്തുള്ളൂ, അതിനപ്പുറം നിങ്ങൾ അങ്ങോട്ട് എന്ന് പറഞ്ഞാല് നമുക്ക് പരിധികളുണ്ട്. പോകാൻ പറ്റുന്ന ഇടം കുമ്പനാട് വരെയാ. പക്ഷെ അത് കഴിഞ്ഞാൽ ആ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടാൻ പോയാൽ അതിനപ്പുറം വരെ പോകും. പക്ഷെ നമ്മൾ ഇടപെട്ടാൽ ദൈവം ഇടപെടിയല്ല. എന്നിട്ട് അടുത്ത വാക്കിലൂടെ സമയം പോയി. അടുത്തത് നോക്കണം, എന്നാ ലോകമാണ് നോക്കണം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ആരുടെ അടുക്കലേക്ക് അയക്കുന്നേ? ചെന്നായ്ക്കളുടെ അടുക്കലേക്കില്ല. ആർക്കും ഒരു ദാക്ഷിണ്യമില്ല, കണ്ണി ചോരയില്ലാത്ത പണിയേ ഉള്ളൂ. ഇതിന്റെ നടുവില്ല നമ്മൾ ദൈവത്തെ സേവിക്കുന്നേ. ആർക്കും ആരോടും ഒരു ദാക്ഷിണ്യമില്ല, കരുണയില്ല. ഇന്ന് നമ്മൾ അതല്ലേ കണ്ടുവരുന്നേ. എന്തും ചെയ്യാൻ വ്യഗ്രതയുള്ള സമൂഹത്തിന്റെ നടുവിലല്ലേ നമ്മൾ ജീവിക്കുന്നേ. കൃപ തന്ന ദൈവത്തിന് നമ്മൾ ഒത്തിരി സ്തോത്രം പറയണം. പ്രൈസ് ദി ലോർഡ്. അപ്പനെ അമ്മയും സഹോദരങ്ങളെയും സഹോദരിമാരെയും ഒന്നും കണ്ടാൽ തിരിച്ചറിയാത്ത ഒരു ലോകത്തിന്റെ നടുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ കർത്താവിനെ എത്ര നമ്മൾ സ്തുതിച്ചാലും മതി വരികയില്ല. ഈ കൃപ തന്ന ദൈവത്തെ നമ്മൾ എത്രത്തോളം മഹത്വപ്പെടുത്തും. കൊല്ലുന്നതിനും എന്തും കാണിക്കുന്നതിനും ഒരറപ്പും ഉളുപ്പും ഇല്ലാത്ത ലോകത്തിലേക്ക് നമ്മൾ മാറി. എന്നിട്ട് പറയാണ് 22-ാം വാക്യം, എന്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. എല്ലാവരും നിങ്ങളെ പകയ്ക്കും. അത് ഇന്നാരെന്നൊന്നുമില്ല, പുരോഹിതനെന്നില്ല, വിശ്വാസി എന്നില്ല, സഹോദരനെന്നില്ല, നാട്ടുകാരനെന്നില്ല, രാജാവെന്നില്ല. എല്ലാവരും നമ്മളെ എന്ത് ചെയ്യും? പകയ്ക്കും. ഉടനെ നമ്മൾ ഇട്ടേച്ച് ഓടിപ്പോകാനുള്ളവരല്ല. അങ്ങനെയൊക്കെ നമ്മൾ ഇട്ടേച്ചൊക്കെ ഓടിപ്പോകുന്നെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് വേറെ, മനോഭാവം വേറെ. എവിടെ പോയാലും ഇതില്ലാത്ത എല്ലായിടത്തും ഉണ്ട്. എന്നിട്ട് കർത്താവ് പറഞ്ഞൊരു പദമുണ്ട്, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവനോ. അവസാനം വരെ നമ്മൾ എങ്ങനെ നിൽക്കണം? ഹലോ, അവസാനം വരെ എങ്ങനെ നിൽക്കണം? നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിക്കും, കർത്താവെ സഹിക്കാനുള്ള കൃപ. എന്നെ ആരും തെറി പറയാതിരിക്കണമേ എന്ന് നമുക്ക് പറയാൻ പറ്റിയല്ല. കാരണം നമ്മൾ ഇരിക്കുന്നതെല്ലാം ചെന്നായ്ക്കട നടുവില്ല, നമ്മൾ സഞ്ചരിക്കുന്ന ഈ ലോകത്തില. അതുകൊണ്ട് അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പറയേണ്ടവരൊക്കെ സമയാസമയങ്ങളിൽ എഴുന്നേറ്റ് പറയും. നമ്മളെ കൊണ്ടുപോകേണ്ടടുത്ത് കൊണ്ടുപോകും. നമ്മളെ ആക്ഷേപിക്കേണ്ടവരെല്ലാം ആക്ഷേപിക്കും. നമ്മളെ നിന്ദിക്കേണ്ടടത്തെല്ലാം നമ്മൾ നിന്ദിതരാകും ചിലപ്പോൾ. പക്ഷേ നാം ഇവിടെ എല്ലാം പ്രതികരിക്കുന്നതിനെല്ലാം വ്യത്യസ്തതയുണ്ട്. നാം ബുദ്ധിയുള്ളവരും നാം കളങ്കമില്ലാത്തവരുമായി ഇവരുടെ നടുവിൽ വസിക്കണം. എങ്ങനെ? അവസാനത്തോളം സഹിച്ചു നിന്നാൽ രക്ഷിക്കപ്പെടും. നമ്മൾ യേശുവിനെ കൈക്കൊണ്ടു. നമ്മൾ യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവന് അധികാരം. നമ്മൾ രക്ഷപ്പെട്ടെന്നും പറഞ്ഞായിരിക്കുന്നേ. യേശുവിനെ ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, വാ കൊണ്ട് ഏറ്റു പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു. സിമ്പിൾ. ഇനി എനിക്ക് കാഹളം കേട്ടാൽ മതി എന്ന് പറഞ്ഞാൽ നെവർ. അവസാനത്തോളം എങ്ങനെ നിൽക്കണം? സഹിച്ചു നിൽക്കണം. എത്ര പേര് സത്യത്തിൽ ഇനി എല്ലാവരും കണ്ണുകൾ അടച്ച് സഹോദര സഹോദരി, നീ എത്രത്തോളം കർത്താവിന് വേണ്ടി സഹിക്കുന്നുണ്ട്? യെസ്, കർത്താവിന് വേണ്ടി എത്രത്തോളം സഹിക്കും?
നമുക്ക് സഹിക്കാൻ പറ്റുമോ? യേശു പറയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നത്. ആമേൻ. ഹല്ലേലൂയ. അവന്റെ മുഖത്ത് തുപ്പി, അവന്റെ മുഖത്തെ രോമം പിഴുതെടുത്തു, അവനെ ചാട്ടവാറുകൊണ്ട് അടിച്ചു. ആ ഈയ കഷണവും ചൂണ്ടയും ഒക്കെ ആ ദേഹത്ത് കൊണ്ട് മാംസത്തെ കൊളുത്തി വലിക്കുമ്പോ ആ മാംസമൊക്കെ ശരീരത്തിൽ നിന്നും പറഞ്ഞു തൂങ്ങി ഇങ്ങനെ ആടുക. അതാരും കാണാതിരിക്കാൻ ചുമന്ന നിറമുള്ള ഒരു പുതപ്പ് കൊണ്ട് അവനെ പുതപ്പിക്കുക. ഓ, അന്നേരവും യേശുവിന് ഒന്നേ പറയാനുള്ളൂ. യെരൂശലേം പുത്രിമാരെല്ലാം വാവിട്ട് നിലവിളിക്കുമ്പോ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. ആമേൻ. ഹല്ലേലൂയ. യേശു പിതാവിനോട് പറയുന്ന ഒരു പദമുണ്ട്, പിതാവേ, ഇവിടെ നീ ന്യായവിധി ഒന്നും അയക്കരുത്, ഇവരുടെ അറിവില്ലായ്മ കൊണ്ട് ഇവര് ചെയ്യുക, ഇവരോട് ക്ഷമിക്കണേ. ഇന്ന് പകലിൽ എന്റെ യേശു എന്നോട് ക്ഷമിക്കുക. ആമേൻ. പ്രതികാരം ചെയ്യാനോ അല്ലെ ആമേൻ പ്രതികരിക്കാനോ എനിക്ക് കഴിവുണ്ട്, എനിക്ക് പറയാൻ അധികാരമുണ്ട്, പറയാൻ എനിക്ക് വാക്കുകളുണ്ട്, എനിക്ക് പറയാൻ പറ്റും. പക്ഷേ എന്റെ ക്രിസ്തു നിമിത്തം ഞാൻ സകലതും ഛേദം എന്ന് എണ്ണുക. ആമേൻ. എനിക്ക് പറയാൻ അറിയാം, എനിക്ക് പറയാൻ വാക്കുണ്ട്, ഞാൻ എന്താ പറയേണ്ടത് എനിക്കറിയാം, പ്രതികരിക്കാനുള്ള മനോഭാവം എനിക്കുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ പ്രതികരിക്കാതെ നിൽക്കുന്നത് എന്റെ ക്രിസ്തു നിമിത്തം ഞാൻ സകലതും ഛേദം എന്നെണ്ണുക. ആമേൻ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നീ ഒരു വാക്കിന് നീ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ സംസാരിക്കുന്ന ആളാകാം. പക്ഷേ എന്റെ യേശു നിമിത്തം നിനക്ക് സഹിക്കാൻ പറ്റുമോ? എന്റെ യേശു പറയുന്നു, നിനക്ക് സ്വർഗത്തിൽ പ്രതിഫലം വലുതാ, നീ സ്വർഗത്തിൽ ഭാഗ്യവാനാ. അങ്ങനെ ഒരു പദവിയിലേക്ക് നീ എത്തണമെങ്കിൽ എല്ലായിടത്തും കയറി നീ പ്രതികരിക്കുന്നവനാകരുത്. നീ സഹിക്കണം അവസാനത്തോളം വരെ. നമുക്ക് സഹിക്കാൻ പറ്റുമോ? ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കുക. കർത്താവേ, നമ്മളിങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചേ. ദൈവമേ, എനിക്ക് മുൻകോപമുണ്ട്, ഞാൻ പെട്ടെന്ന് പ്രതികരിക്കും, ശരിയാണ്. പക്ഷെ എന്റെ പ്രതിഫലം ഒന്നും നഷ്ടപ്പെടാതെ, എന്റെ നിത്യത നഷ്ടപ്പെടാതിരിക്കാൻ ഈ വചനത്തെ ഞാൻ ഉൾക്കൊള്ളുക. ആമേൻ. ഞാൻ പ്രതികരിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ എന്താ പറയേണ്ടതെന്ന് എന്റെ പിതാവിന്റെ ആത്മാവ് എന്നിലുണ്ട്. ആത്മാവ് പറയുന്നത് പോലെ ചെയ്യാൻ എന്നെ ഈ ദിവസങ്ങളിൽ പ്രാപ്തനാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? രക്തത്താലും വചനത്താലും ജയം. യേശുവേ, ഞങ്ങളെ അതിനായി താഴ്ത്തുക. ഞങ്ങളുടെ നിത്യത നഷ്ടപ്പെട്ടു പോകരുത്. ഞങ്ങൾ ആരോടൊക്കെയോ പ്രതികരിച്ചതിന്റെ പേരിൽ ഞങ്ങളുടെ കൃപ നഷ്ടപ്പെടരുത്. ഞങ്ങൾ ആരോടൊക്കെയോ പ്രതികരിച്ചതിന്റെ പേരിൽ ഞങ്ങളുടെ നിത്യത നഷ്ടപ്പെടരുത്. അപ്പാ, കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുമോ? ദൈവത്തിനെ ഏൽപ്പിച്ചു കൊടുക്കാം.